കോഴിക്കോട് ഇപ്പോൾ കാണുന്ന വികസനങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റേതാണെന്ന് ബേപ്പൂർ NDA സ്ഥാനാർത്ഥിയും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റുമായ KP പ്രകാശ് ബാബു. നിലമ്പൂരിൽ ജനങ്ങൾ നിലത്ത് നിർത്താത്തതുകൊണ്ടാണ് PV അൻവർ ബേപ്പൂരിലേക്ക് വന്നത്. ബേപ്പൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും പ്രകാശ് ബാബു 24 ബേപ്പൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. 2016 ശേഷം 2021 ബേപ്പൂരിൽ മത്സരിച്ചു. ഇപ്പോൾ 2026 എത്തിയിരിക്കുകയാണ്. അപ്പം എന്തൊരു മാറ്റമാണ് ഇവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ളത്? 2016 നിന്ന് ഈ 26 വരുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 15 കൊല്ലം ഇവിടെ വോട്ട് 3 ഇരട്ടിയായിട്ടുണ്ട്. അതിനാണ് ഏറ്റവും വലിയ മാറ്റം. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2011 9,000 വോട്ടിൽ നിന്ന് 2026 ഒരു ഇലക്ഷനെ നമ്മൾ നേരിടുമ്പോൾ 27,000 വോട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനത്തിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ കപട വാഗ്ദാനങ്ങളല്ല, അത് ഒരു മാറ്റം തന്നെയാണ്. UDFന്റെ സ്ഥാനാർത്ഥി വന്ന് പറയുന്നു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.